ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നാത്തൂൻ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളായി കണ്ടിട്ട്, കുറേ നാളുകളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വേറെ ഒന്നല്ല, കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റിച്ചിങ്ങിന് തന്നെ നല്ല തിരക്കുള്ള സീസണായിരുന്നു. പിന്നെ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകണതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ താഴത്തെ ഒരു റൂമിലായിരുന്നു സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നായിരുന്നത്. അപ്പോൾ നമ്മൾ സ്ഥലം ഒന്ന് സ്റ്റിച്ചിങ് ഏരിയ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മുകളിൽ ഹാളിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം സ്ഥലം സൗകര്യങ്ങളുണ്ട്. പിന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഓരോരുത്തർക്ക് വന്ന് ഇട്ട് നോക്കാനായിട്ട് നമുക്കൊരു ഡ്രസ്സിങ് റൂം ഇവിടെ മുകളിൽ നിലയിലുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടാണ് ഇവിടെ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ കയറ്റാൻ, ടേബിളും മെഷീൻസൊക്കെ കയറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ചേട്ടനും അപ്പച്ചനൊക്കെ കൂടിയിട്ട് ഒക്കെ സെറ്റാക്കി തന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത്, ഞാനൊരു കുറച്ച് നാൾ മുൻപ് ഒരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ ഒരു ഫ്രോക്കിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടമായിട്ട് ഒരു കസ്റ്റമർ വിളിച്ച് കോട്ടയത്തേക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഹോളി കമ്മ്യൂണിയൻ്റെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് അവർക്ക് പോസ്റ്റിൽ അയക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ തന്നെ അതിന് മെറ്റീരിയലൊക്കെ എടുത്ത് മെഷർമെൻറ്റ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി നമ്മളത് ഭദ്രമായി പാക്ക് ചെയ്ത് നമ്മളത് അയച്ചു കൊടുത്തു. അതിൻ്റെ ആ ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ഇടാനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ നമ്മളൊരു ഫ്രോക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഇത് അവരുടെ ഇഷ്ടം, നമ്മൾ കുറച്ച് മോഡൽസൊക്കെ നമ്മൾ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡൽ നമുക്ക് അയച്ചു തന്നു. അത് അവരുടെ ഇഷ്ടപ്രകാരമാണ് നമ്മളിപ്പോൾ ചെയ്തത്. നമ്മളിത് ചെയ്തേക്കുന്നത്, നമ്മൾ വർക്കുള്ള നെറ്റ് ബോഡി പാർട്ടിലേക്കും, താഴെ സ്കേർട്ട് പ്ലെയിൻ നെറ്റ്, അതുപോലെ സാറ്റിൻ, സ്റ്റിഫ് നെറ്റ്, കോട്ടൺ, ഇതിലെല്ലാമാണ് നമ്മൾ താഴ്ഭാഗം, നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗം ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അവർക്ക് തലയിലേക്ക് നെറ്റ് ഫുള്ളായിട്ട് കിടക്കുന്ന നെറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ കുറച്ച് സ്റ്റോൺസും പേൾസൊക്കെ ഒട്ടിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. 3 ലെയർ നെറ്റായിരുന്നു. പിന്നെ നമ്മൾ പ്രിൻസസ് കട്ടിലാണ് ഫ്രോക്കിൻ്റെ ബോഡി ചെയ്തിരിക്കുന്നത്. പിന്നെ 3/4 സ്ലീവ് കൊടുത്തേക്കണത്. പ്ലെയിനിൽ നെക്കും സ്ലീവും ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടും ബാക്കും വി നെക്കാണ്, ബാക്ക് സിബും പിന്നെ ഒരു ടൈ ഉണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലത്തെ പഴയ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നവരുണ്ട്, ഇതിന് എത്രയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ മോഡൽസ് അയച്ചു കൊടുക്കുമ്പോൾ അതിനും ചോദിക്കാറുണ്ട്, ഇതിനൊക്കെ എത്രയായിരിക്കും നമുക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യണതെന്ന്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ റേറ്റ് അല്ല പറയുന്നത്. എത്രയാണോ കസ്റ്റമേഴ്സിന് വേണ്ടത്, അവരുടെ ബഡ്ജറ്റ് എത്രയാണോ അത് ഇപ്പോൾ 2000 അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ളിൽ ഒതുങ്ങിയ മെറ്റീരിയൽസ് എടുത്തിട്ടായിരിക്കും നമ്മളത് സ്റ്റിച്ച് ചെയ്യുക. ആ കസ്റ്റമേഴ്സിന് താല്പര്യമുള്ള പ്രൈസിനുള്ളിലനുസരിച്ചായിരിക്കും നമ്മൾ മെറ്റീരിയൽസും അതുപോലെ സ്റ്റിച്ചിങ് ഫീസും അതിന് വർക്കിൻ്റെ ഫീസും ഒക്കെ നമ്മൾ ചാർജ് ചെയ്യണത്. അങ്ങനെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എത്രയാണോ കസ്റ്റമേഴ്സിന് ഇഷ്ടം അതേ റേറ്റിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ആ റേറ്റിൽ ഒതുങ്ങിയിട്ടായിരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇത് സെറ്റായിട്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രോക്ക്, പിന്നെ തലയിലുള്ള വയ്ക്കാനുള്ള നെറ്റ്, അത് 3 ലെയർ നെറ്റായിരിക്കും. അത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടാനുസരണം വലിപ്പം ഫുൾ ലെങ്ത്ത് വേണോ അല്ലെങ്കിൽ ഹാഫാണോ, അങ്ങനെ നമ്മൾ അവരുടെ ഇഷ്ടാനുസരണമാണ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്ലൗസ്, കയ്യിലേക്കുള്ള ഗ്ലൗസും ഈ വർക്കുള്ള ബോഡിയുടെ പാർട്ടിലുള്ള ആ നെറ്റ് കൊണ്ട് തന്നെ, വർക്ക് നെറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഗ്ലൗസും ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇനി ഇത് ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ എന്തായാലും ഹോളി കമ്മ്യൂണിയൻ്റെ സീസണാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഫ്രോക്ക് പോകുന്നത് കോട്ടയത്തേക്കാണ്. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് അയക്കാനുള്ള എല്ലാ സംവിധാനങ്ങളൊക്കെ റെഡിയാക്കാണ്. ഞാൻ അമ്മച്ചിയും ജിബിയൊക്കെ കൂടിയിട്ടാണ് ഇത് പാക്ക് ചെയ്യണത്. അപ്പോൾ നല്ല സേഫായിട്ട്, നമ്മൾ വൈറ്റ് ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ പേടിയുണ്ട് പാക്കിങ്ങിൽ, നല്ല സേഫായിട്ട് ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഇന്നലെ തന്നെ കവറുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 കവറിലേക്ക് ആക്കിയതിന് ശേഷമാണ് നമ്മൾ പോസ്റ്റലിൻ്റെ കവറിലേക്ക് ആക്കിയത്. നല്ല സേഫായിട്ട് തന്നെ നമ്മളത് പതുക്കെ ഒതുക്കി മടക്കി ഒന്ന് അയൺ ചെയ്യേണ്ടി വരികയായിരിക്കും. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ
നമ്മൾ മടക്കി അത് പോസ്റ്റൽ കവറിലാക്കി നമ്മളത് പോസ്റ്റൽ അയച്ചു. അപ്പോൾ ഇതുപോലെ എങ്ങോട്ടായാലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മളത് അതിൻ്റെതായ രീതിയിൽ നമ്മളത് പോസ്റ്റൽ അയക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.